ഹായ് നമസ്കാരം. ഹയറിച്ചിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വായിച്ചു നോക്കിയതിന് ശേഷം മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം അവസാന ഭാഗത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒപ്പിട്ടതിന് ശേഷം നിങ്ങൾ അതിൻ്റെ കൂടെ റെഡീം കൂപ്പണിൻ്റെ റെസിപ്റ്റും പിന്നെ അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡും അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് നമുക്ക് നാളത്തെ ഡാറ്റ കളക്ഷൻ ഒരു വീണ് കിട്ടിയ ആയുധം എന്ന നിലക്കാണ് കോടതിയിൽ നിന്ന് ജഡ്ജി ആവശ്യപ്പെട്ടതനുസരിച്ച് അഫിഡവിറ്റ് ഈ കോലത്തിൽ തയ്യാറാക്കാന്നുള്ളൊരു തന്ത്രം. ഞങ്ങൾക്ക് ഒരു പരാതിയും ഇപ്പോൾ ഇല്ല എന്നുള്ളത് അതുകൊണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള നിലക്കാണ്. ഒന്നത് കോടതിയിൽ സമർപ്പിച്ച് നോക്കും ചെയ്യുക, രണ്ടാമത്തത് ഇത് ആളുകളെടുത്ത് നിന്ന് ഒപ്പിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ മേൽ കമ്പനിക്ക് യാതൊരുവിധ ബാധ്യതയൊന്നുമില്ല എന്നുള്ളൊരു തെളിവും കൂടെയായി. പിന്നെ ഈ പറയപ്പെട്ട ആൾ, ഈ എഴുതി ഒപ്പിട്ട ആൾക്കാർക്ക് എവിടെയും പോയിട്ട് കേസ് കൊടുക്കാനോ പരാതി കൊടുക്കാനോ ലീഡേഴ്സിൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കാനും പോലും അവകാശമില്ലാത്ത രീതിയിലാക്കിയെടുക്കും. വളരെ അത്ഭുതം തോന്നുന്നുണ്ട്. ഇത്രയും ആളുകൾ വീണ്ടും ഇതിൻ്റെ പിറകിൽ തന്നെ ഇങ്ങനെ കൂടിയിട്ട് ഇവർ പറയുന്നതെല്ലാം വിശ്വസിച്ച് അതിനൊക്കെ അനുസരിച്ച് ചെയ്യുന്നത് വളരെ സങ്കടവുമുണ്ട്. കാരണം ഇതിൽ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരും കൂടെ പെട്ടുപോകുന്നു എന്നുള്ളതാണ്. അവർക്ക് പുറത്തുനിന്ന് കിട്ടുന്ന എന്ത് വിവരമായാലും അവരത് കേൾക്കൂല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇനി എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നേരിട്ട് കണ്ട് അനുഭവിക്കുക തന്നെ ചെയ്യാം. അല്ല, എനിക്ക് അറിയാൻ വയ്യാണ്ട് ചോദിക്കുകയാണ്. ഒരു ക്രിമിനൽ ഒഫൻസ് കോടതിയിലിരിക്കെ ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് കുറ്റകൃത്യമല്ലാതായി പോകുമോ? അങ്ങനെയെങ്കിൽ നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും ന്യായീകരിക്കാൻ എത്ര എളുപ്പമുണ്ട്. എന്തിനാ ആളെ കിട്ടാത്തത്? കേരള പോലീസ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ഇല്ലീഗലാണ് എന്നുള്ളത്, മണി ചെയിനാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്ന് മാത്രമല്ല ഇതിൻ്റെ വ്യാപ്തി വളരെ കൂടുതലാണ്, ഞങ്ങളെ അന്വേഷണ പരിധിയിൽ ഇത് ഒതുങ്ങുന്നതല്ല എന്നുള്ളതൊക്കെ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ED വന്നതിന് ശേഷം എല്ലാ രേഖകളും കണ്ടുകെട്ടുകയും ED വരുന്നു എന്ന് കേട്ടപ്പോൾ മുങ്ങി ആഴ്ചകളോളം, ഒരു മാസത്തിലധികം കാലം ഒളിവിൽ കഴിഞ്ഞതുമാണ്. ഇതെല്ലാം ഇതിൻ്റെ പുറകിലെല്ലാം എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ട്. എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചിട്ടുമുണ്ട്. എന്നിട്ട് 1000, 2000, 3000 ആളുകൾ ഇപ്പോൾ ഇത്രയും മാസങ്ങൾ കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് പരാതിയില്ല, ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഏതായാലും ഇനി നടക്കാൻ പോകുന്ന കളി കുറച്ചും കൂടെ ഗൗരവമാണ്. CBIക്ക് വിട്ടു. ഇതുവരെ ന്യായീകരണ വീഡിയോകളൊന്നും ഇല്ലായിരുന്നു. അയ്യൂബ് ഖാൻ്റെത് വരെ ഇല്ലായിരുന്നു. അതിന് ന്യായം പറഞ്ഞത് നമ്മൾ അബ്ദുൽ ബാരി സാറിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. നമ്മൾ ഗ്രൂപ്പിൽ പറയുന്നതും ചോദിക്കുന്നതും ഫോൺ ചെയ്യണതും എല്ലാം ED നിരീക്ഷണത്തിലാണ് കേട്ടോ. അതുകൊണ്ട് കമ്പനിയുടെ കേസിനെ കുറിച്ച് ആരും ഒന്നും ചോദിക്കുകയും ചെയ്തൊന്നും പറയുകയും ചെയ്യരുത്. ഇത് വലിയൊരു അടവായിരുന്നു. കാരണം ഈ നിക്ഷേപകരെ ചോദ്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയപ്പോൾ അവരിറക്കിയൊരു തന്ത്രമാണത്. അത് ഏറെക്കുറെ ഫലം കണ്ടു. ഇപ്പോൾ ഒരു പഴുത് കിട്ടിയപ്പോൾ അയ്യൂബ് ഖാൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ വല്ലാണ്ട് ന്യായീകരണ വീഡിയോയുമായിട്ട് ആരും വരണ്ട. CBIക്കാണ് കേസ് പോകുന്നത്. എല്ലാവരും അവിടെ ചെല്ലേണ്ടി വരും. ഈ പറയുന്ന ആളുകൾ മാത്രമല്ല, ചെറിയ തോതിലായാലും ശരി ആളുകളെ ചേർത്തിട്ട് കാശ് വാങ്ങിച്ച് മുതൽ വാങ്ങിക്കൂട്ടിയ ആളുകളും ബാങ്കിൽ ഡെപ്പോസിറ്റുള്ളതും ബിന്യാമി അക്കൗണ്ടിൽ നിക്ഷേപിച്ച ആളുകളെല്ലാ ആളുകളും ഹാജരാവേണ്ടി വരും. ഇവിടെ ഗ്രൂപ്പിൽ ഇതിനെതിരെ സംസാരിക്കുന്നവരെ തെറി വിളിച്ചതുകൊണ്ടോ അവരെ കുറ്റം പറഞ്ഞതുകൊണ്ടോ മറ്റൊന്നുകൊണ്ടും ഒരു കാര്യവുമില്ല. കേസിൻ്റെ ഗൗരവം വളരെ വലുതാണ്. അതിനിടയ്ക്ക് കോഴ കൊടുത്ത് കണ്ട് ഇത് ഒതുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് കേട്ടു. അത് ഒരു പരിധിവരെ ശരിയായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം കഴിഞ്ഞ മാസം മുതൽ തന്നെ ഇവർ പറയുന്നുണ്ട് അണിയറയിൽ ഞങ്ങൾ ചിലതൊക്കെ കളിക്കുന്നുണ്ട്, ഇതൊന്നും പുറത്ത് പറയാൻ പറ്റൂല, പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്, കമ്പനി തിരിച്ചു വരും എന്നുള്ള അമിതമായ കോൺഫിഡൻറ്റ് ഇവരെല്ലാവരും കാണിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. ഇവർ പണം കൊണ്ട് നേടാൻ കഴിയുന്നതെല്ലാം നേടിയെടുക്കും, എവിടെയൊക്കെ സ്വാധീനിക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഇവർ ചെല്ലുന്നുണ്ട് എന്നുള്ളത് അന്ന് വ്യക്തമായിരുന്നു. അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഏതായാലും അഫിഡവിറ്റ് ഉണ്ടാക്കി സൈൻ ചെയ്തവരും ചെയ്യിച്ചവരും ചില ആളുകളൊക്കെ എൻ്റെ പരിചയത്തിലെ ആൾക്കാർ പലവട്ടം നിർബന്ധിച്ചാണ് ഫോൺ വിളിച്ച് പറയണം, നിങ്ങളെന്താ ഒപ്പിടാതെ ഒപ്പിട്, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒപ്പിടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു കാര്യത്തിനും ഞങ്ങൾ സമീപിക്കരുത് കേട്ടോ എന്നുള്ളത് പറഞ്ഞു. ഇങ്ങനെയൊക്കെ നിർബന്ധിച്ചിട്ടും അവർ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒപ്പിട്ടെടുത്തവരും ഒപ്പിടിച്ചവരും ഒക്കെ എണീറ്റ് നിൽക്കേണ്ടി വരും. വൈകാതെ നിങ്ങളൊരിക്കൽ അവിടെ നിൽക്കി പിന്നെ കൈക്കൂലി കൊടുത്തോ ഇല്ലേ എന്നുള്ളതെല്ലാം വൈകാതെ പുറത്തു വരും. എന്തായാലും നമുക്ക് വേണ്ടില്ല ഇതുപോലത്തെ മണി ചെയിനുള്ള ഒരു കമ്പനി പോലും പുറത്തു വരാൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല നമ്മുടെ നാട്ടിൽ. ഇതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരുപാട് പാവങ്ങളെ രക്ഷപ്പെടുത്തിയെന്ന് അയ്യൂബ് ഖാനെ പോലത്തെ ആളുകൾ പറയുമ്പോൾ 1000-ന് പകരം 10,000 ആളുകളെ കഷ്ടത്തിലാക്കി എന്നുള്ളതാണ് വാസ്തവം മറച്ചു വെച്ച് സത്യസന്ധത എന്ന വാക്ക് പലവട്ടം ഉരിയാടിയത് കൊണ്ട് സത്യമാവുമോ കാര്യങ്ങൾ? ഏതായാലും നിയമത്തിൻ്റെ മുമ്പിലല്ലേ, നിയമത്തിൻ്റെ കുരുക്കിൽ കൂടുതൽ ആഴ്ന്നു പോകുന്ന കമ്പനിയാണ് ഇതിനെ ആരും പ്രത്യേകിച്ച് തകർക്കാൻ നോക്കുകയൊന്നും വേണ്ട. നിയമമാണ് പിടികൂടിയിട്ടുള്ളത്. അത് അവിടെ തന്നെ തീരുമാനമാവുകയും ചെയ്യും. ഹൈറിച്ചിൻ്റെ തകർച്ച പൂർണ്ണമായി എന്ന് മനസ്സിലാക്കിയ അതിലെ തന്നെ ലീഡർമാർ ഒരുപാട് കമ്പനികൾ വേറെ തുറന്നിട്ടുണ്ട്.
വേറെ കമ്പനികളിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. അവരൊക്കെ വോയിസ് ക്ലിപ്പുകളൊക്കെ നമ്മുടെ അടുത്തൊക്കെ ഉണ്ട്. ഇനി ഹൈറിച്ചിനെ കാത്തു നിന്നിട്ട് കാര്യമില്ല. നമുക്ക് ഇതിലൂടെ ഹൈറിച്ചിൽ നഷ്ടപ്പെട്ട കാശ് വീണ്ടെടുക്കാം എന്നതാണ് അവരുടെ മുദ്രാവാക്യം. ഇതിൽ പെട്ടുപോയിട്ടുള്ള ആളുകളടുത്തേക്ക് അവരെ വിളിച്ചിട്ട് പറയുന്നതാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാശ് ഇതിൽ നിന്ന് തിരിച്ചു കിട്ടും. ആ വാക്കിൽ തന്നെ ഉണ്ട്, ഇനി ഒരിക്കലും നിങ്ങൾ ഹൈറിച്ചിൽ നിന്ന് കാശ് തിരിച്ചു കിട്ടുന്നുള്ള പ്രതീക്ഷ വേണ്ട എന്നുള്ളത്. എന്ന് വെച്ചിട്ട് അവരാരും രക്ഷപ്പെടാൻ പോകുന്നില്ല. എല്ലാവരും നിയമത്തിന് മുമ്പിൽ വരും, ഇല്ലെങ്കിൽ വരുത്തും. അങ്ങനെ കള്ളന്മാർ രക്ഷപ്പെടാൻ പാടില്ലല്ലോ. കള്ളന്മാരും കള്ളനും കൂട്ടുനിൽക്കുന്നവരും കള്ളനും ജയ് വിളിക്കുന്നവരും ഒക്കെ ഇനി എല്ലാവരും ജനം ഒന്ന് കാണട്ടെ. ചാനലുകളിൽ കമ്പനിക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ട് അനുകൂലമായിട്ടൊരു വാർത്ത വന്നാൽ ചാനലിനെ പൊക്കി പിടിച്ച് വീഡിയോ ഷെയർ ചെയ്യാനും ലിങ്ക് ഷെയർ ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ അയർച്ചോളികളുണ്ട്. ഏതെങ്കിലും ഒരു സത്യമായൊരു വാർത്ത അന്വേഷണത്തെക്കുറിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറയും ചാനൽ ഫേക്കാണ്, ന്യൂസ് ഫേക്കാണെന്ന്. ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ, ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഈ ആളുകൾക്ക് ബുദ്ധിയും വിവരവും ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ഹൈറിച്ചിൽ ചേർന്നതിന് ശേഷം ഇവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് ഇവർക്ക് വിവേചന ബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നത്. സത്യം എന്താണ് അല്ലെങ്കിൽ എന്തായിരിക്കും എന്ന് അന്വേഷിച്ചറിയാനുള്ള കഴിവ് പോലും ഇവർക്ക് ഇല്ലാണ്ടായിരിക്കുന്നത്. എന്താ പറയുക, ഇവരോടൊക്കെ പറഞ്ഞ് ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരതിന് അഡിക്റ്റായി പോയിരിക്കുന്നു. ഇനി കേട്ടറിയാത്തവൻ കണ്ടറിയട്ടെ, കണ്ടിട്ടും അറിയുന്നില്ലെങ്കിൽ കൊണ്ടറിയട്ടെ. ബാക്കി നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, ബൈ.